പാലക്കാട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. കഞ്ചിക്കോട് പന്നിമടയിലാണ് PT5 എന്ന കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. കാട്ടാനയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നല്ല അമണ്ടൻ ആനയാണ് കേട്ടോ, സൂപ്പറായിരിക്കുന്നു. വരിക വരിക ആനയെ വരിക. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ ഇറങ്ങുന്നു. ഷാരിഖെ, നമ്മുടെ PT5 എന്ന് പറയുന്ന കാട്ടാന മാത്രമേ ഉള്ളൂ, കാട്ടാന കൂട്ടം പിന്നാലെ ഉണ്ടോ? എന്തായാലും കാണാൻ നമുക്ക് സുപ്രഭാതത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സുഖമാണത് കണ്ടുകൊണ്ടിരിക്കാൻ. എന്നാ ആനയത് പറയും. ഗുഡ് മോർണിംഗ് SK. നമ്മുടെ ക്യാമറാമാൻ രാജീവ് സുദേവ് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജീവ് ഏറെ സാഹസികമായി പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. PT5 എന്നറിയപ്പെടുന്ന ഈ കാട്ടാന കഴിഞ്ഞ കുറേ മാസങ്ങളിലായി കഞ്ചിക്കോട് അതുപോലെ തന്നെ മലമ്പുഴ മേഖലകളിലായി തമ്പടിച്ചിരിക്കുകയാണ്. ഈ കാട്ടാനയ്ക്ക് കഴിഞ്ഞ നവംബറിൽ, അതായത് 2025 നവംബറിൽ കണ്ണിന് കാഴ്ചശക്തി കുറവായതുകൊണ്ട് വനം വകുപ്പിൻ്റെ വെറ്റിനറി സംഘം ചികിത്സ നൽകി ഉൾക്കാട്ടിലേക്ക് തുരത്തിവിട്ടിരുന്നു. ഇതിനുശേഷം ആന പലതവണയായിട്ട്, അതായത് എല്ലാ ദിവസങ്ങളിലും ആനയെ കഞ്ചിക്കോട് അതുപോലെ തന്നെ മലമ്പുഴ മേഖലകളിൽ കാണുന്നുണ്ട്. ഒട്ടേറെ കർഷകരുടെ കൃഷി, അതായത് വാഴ ഉൾപ്പെടെയുള്ള കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ബാങ്ക് വായ്പയെടുത്തും മറ്റും കടം വാങ്ങിയൊക്കെയാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. ഈ കൃഷിയൊക്കെ ഈ PT5 എന്ന് അറിയപ്പെടുന്ന ഈ കാട്ടാന നശിപ്പിക്കുകയാണ്. ഈ ആനയെ സ്ഥിരമായിട്ട് കഞ്ചിക്കോട് അതുപോലെ തന്നെ വാളയാർ മലമ്പുഴ മേഖലകളിൽ സ്ഥിരമായ ആളുകൾ കാണുന്നുണ്ട്. വനം വകുപ്പ് എല്ലാ ദിവസവും വൈകിട്ട് ഈ ആനയെ കാട്ടിലേക്ക് തുരത്തി വിടാറുണ്ട്. പക്ഷേ അടുത്ത ദിവസം തന്നെ പുലർച്ചെ അല്ലെങ്കിൽ വൈകിട്ടോട് ഈ ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരും. വീണ്ടും പഴയപടി വനം വകുപ്പും നാട്ടുകാരും RRT സംഘമൊക്കെ ചേർന്ന് ശബ്ദമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചും വീണ്ടും ഉൾക്കാട്ടിലേക്ക് തുരത്തി വിടും. ഇതാണ് ഈ പതിവ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വാളയാർ വട്ടപ്പാറ, അതായത് മാൻപാർക്കിന് സമീപത്തുള്ള ലൈൻ ട്രാക്കിൽ വെച്ച് ഒരു കുട്ടിക്കാട്ടാനയെ ട്രെയിൻ ഇടിച്ച് കാട്ടാന ചെരിഞ്ഞിരുന്നു. പാലക്കാട് ഈ വാളയാർ കഞ്ചിക്കോട് മലമ്പുഴ പ്രദേശങ്ങളിൽ എന്നും കാട്ടാന ശല്യം രൂക്ഷമാണ്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ സുഖം നൽകുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് SKN. ഓക്കെ, താങ്ക് യു ഷാരിഖ് നവാസ്. എന്തായാലും PT5 ദൃശ്യം നല്ല സൂപ്പറായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.